അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞ് പാലും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. കുറച്ച് ചവ്വരിയും പഞ്ചസാരയും പാലും മാത്രം മതി. ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പാലാണ് ഒരു പാത്രത്തേക്ക് പാൽ വെച്ചിട്ട് ഒന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ ഈ പാല് 1/2 ലിറ്റർ പാല്, മിൽമയുടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുക്കാം. മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം ഈ സമയത്ത്. ഇനി തണുപ്പിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക. തണുത്ത് കഴിയുമ്പോൾ മധുരം കുറഞ്ഞു വരും. പിന്നെ 1 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 ഇതിലേക്ക് ഇട്ടിട്ട് ഈ പാലിലിട്ടിട്ട് പാലിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർത്താതെ പാലിതൊക്കെ എടുത്ത് നല്ല മിക്സ് ചെയ്തിട്ട് ഈ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഞാൻ പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാലൊന്ന് തിളപ്പിക്കുന്ന സമയത്ത് ഇത് നമ്മൾ കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളതിൽ റവ കെട്ടതല്ല, അപ്പോൾ കട്ടൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പാലൊക്കെ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് ഇനി നമുക്കത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ചവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചവ്വരി ഞാൻ ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഈ ചവ്വരി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഈ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചവ്വരി ഗ്രീൻ കളറിലുള്ള ചവ്വരിയൊക്കെ കിട്ടും. ഇത് വൈറ്റ് കളറാണ്. അപ്പോൾ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫുഡ് കളറൊന്ന് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർത്തി കൊടുത്തതാണ്. അപ്പോൾ ഇത് നല്ലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചവ്വരി നല്ലൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചവ്വരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്ത് ഇറക്കി വെച്ചു. ഇനി നമുക്ക് ഇത് ചവ്വരി ഒന്ന് ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒരു കൊഴുപ്പുള്ള വെള്ളമാണല്ലോ അത്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിന് മേലെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് തണുത്ത വെള്ളം ഈ അരിപ്പയുടെ മേലെ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുത്താൽ ഈ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് ഇനി ഇതവിടെ മാറ്റി വെക്കാം. നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് നമ്മളെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ തണ്ണിമത്തൻ, മുന്തിരി, മാംഗോ, ആപ്പിൾ, റുമ്മാൻ പഴം, ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്യുക. എല്ലാ ഫ്രൂട്ട്സും ചെറുതാക്കി കട്ട് ചെയ്യുക. നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ജഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് പാത്രത്തിന് നമുക്ക് എടുക്കാം, സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ കാച്ചി വെച്ച റവ പാൽപ്പൊടിയൊക്കെ ഇട്ട് കാച്ചി വെച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മധുരം നോക്കിയിട്ട് പഞ്ചസാര കുറവുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ചവ്വരി വേവിച്ച് വെച്ച ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ ഫ്രൂട്ട്സുകളും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മാംഗോ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലിലേക്ക് മാംഗോ ഇട്ട് കൊടുത്തു. പിന്നെ അത് തണ്ണിമത്തൻ ഇട്ട് കൊടുത്തു. നമ്മൾക്ക് ആപ്പിളുണ്ട്, ആപ്പിൾ ചേർത്തി കൊടുത്തിട്ട് പിന്നെ മുന്തിരി. ഇതിലേക്ക് ഇനി മുന്തിരി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അവർക്ക് കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല തണുത്തതിന് ശേഷമാണ് നമ്മളിത് കഴിക്കുന്നത്. ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തു. പിന്നെ മേലെ ഉറുമാമ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുക്കണം. നല്ല തണുപ്പിച്ചിട്ട് ശേഷം നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കുക. പിന്നെ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുട്ടികൾക്ക്
ബൗളിലിട്ടിട്ട് കൊടുത്താൽ അവർ നല്ല കഴിക്കും, നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട്. അപ്പോൾ അവളുടെ ക്ഷീണത്തിനും ഒക്കെ നല്ലതാണ്. നല്ല ചൂട് കാലമൊക്കെ ആകുമ്പോൾ ഇത് കഴിച്ചാൽ നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടുള്ള ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ്സാവാതെ കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് ഇവരെ അറിയിക്കുക. നമുക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.